അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹ്. സൂറത്ത് യാസീൻ 36-ാമത്തെ അധ്യായം. അതാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്ത്. നമ്മൾ ഒരുപാട് ആളുകൾക്ക് സൂറത്ത് യാസീൻ കാണാതെ അറിയാം, മെമ്മറൈസ്ഡ് ആണ്. എന്നാൽ നമ്മൾ ഓതുന്ന ഭാഗം എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണോ നമ്മൾ ഓതാറുള്ളത്? ഇൻഷാ അല്ലാഹ് അതുകൊണ്ടാണ് ഈ ഒരു സൂറത്ത് തിരഞ്ഞെടുക്കാനുള്ള കാരണം. നമ്മൾ ഇനി മുതൽ ഈ സൂറത്തിലെ ഓരോ ആയത്തുകൾ പഠിക്കുമ്പോഴും ആ ആയത്ത് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓതാൻ കഴിയുന്ന ഒരു വിശ്വാസിയായി മാറണം. ഇൻഷാ അല്ലാഹ് ഓരോ വീഡിയോയും മിസ്സാവാതെ കാണുക. കാരണം കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോസ് ആയിരിക്കും. അത് നമ്മൾ മിസ്സാവാതെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ കാണലല്ല, മറിച്ച് പഠിക്കുക. പഠിച്ച് മനസ്സിലാക്കി നമ്മൾ പാരായണം ചെയ്യുമ്പോഴൊക്കെ നമ്മളത് ആലോചിച്ചോർത്തുകൊണ്ട് പാരായണം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. ഏകദേശം 83 വചനങ്ങളാണ് സൂറത്ത് യാസീനിലുള്ളത്. എന്നാൽ ചില ഖുർആനിൽ 84 വചനങ്ങൾ കാണാം. അതെങ്ങനെയാണ്? അത് യാസീൻ വൽ ഖുർആനിൽ ഹക്കീം എന്ന് ഒരായത്തായി എണ്ണിയ ചില ഖുർആനുമുണ്ട്. എന്നാൽ അത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് എണ്ണിയ ഖുർആനുമുണ്ട്. അതെങ്ങനെയാണ് രണ്ടും സെപ്പറേറ്റ് ആയി വരുന്നത്? അല്ലെങ്കിൽ അതെന്താ അവിടെ അങ്ങനെ വരാൻ സാധ്യത? അതിൻ്റെ കാരണം എന്താണ് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ, സ്വഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേൾക്കുന്ന സമയത്ത് പ്രവാചകൻ രണ്ട് രൂപത്തിൽ ഓതിയിട്ടുണ്ടാകാം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സൂറത്തുൽ ഖാരിയ ഓതുമ്പോൾ അൽ ഖാരിഅതു മൽ ഖാരിഅ അങ്ങനെ ഓതാറുണ്ട്. എന്നാൽ ചില സമയത്ത് അൽ ഖാരിഅ മൽ ഖാരിഅ ഇങ്ങനെ ഓതാറുണ്ട്. അപ്പോൾ പ്രവാചകൻ ഒരുമിച്ച് കൂട്ടി ഓതുന്നത് കേട്ട സ്വഹാബാക്കൾ അത് 84 എണ്ണിയിട്ടുണ്ടാകാം. എന്നാൽ നിർത്തി നിർത്തി ഓതുന്ന ചില സ്വഹാബാക്കൾ നിർത്തി ഓതുന്നത് കേട്ടിട്ടുണ്ടാകും പ്രവാചകനിൽ നിന്ന്. അപ്പോൾ 83 എണ്ണിയിട്ടുണ്ടാകാം. പ്രവാചകൻ മക്കയിലുള്ള സമയത്താണ് ഈ ഒരു സൂറത്ത് അള്ളാഹു അവതരിപ്പിക്കുന്നത്. മക്കയിലുള്ള സമയത്ത് നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ദീന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അള്ളാഹുവിൻ്റെ ദീന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അങ്ങേയറ്റം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. ഈ സൂറത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുണ്ട്. അത് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതുമായിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ആയത്ത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. 4 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. യാസീൻ എന്നാണ്. യാസീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ പല അർത്ഥങ്ങളും വെച്ച പണ്ഡിതന്മാരുണ്ട്. മറ്റ് സൂറത്തുകളിൽ ഉള്ളതുപോലെ അലിഫ് ലാം മീം അല്ലെങ്കിൽ ഹാമീം ഇതേപോലെയുള്ള ഒരു കേവല അക്ഷരമാണ് യാസീൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗം പണ്ഡിതന്മാർ, മുഫസ്സിറിങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ അർത്ഥം അല്ലാഹു അഅലം എന്നാണ്. അവർ അതിനർത്ഥം വെച്ചിട്ടില്ല, അർത്ഥം അല്ലാഹു അഅലം. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ യാസീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരാണെന്ന് പറഞ്ഞവരും അത് പ്രവാചകന്റെ പേരാണെന്ന് പറഞ്ഞവരും അതേപോലെ ഓരോ വിഷയങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ഏതായാലും അല്ലാഹു അഅലം. രണ്ടാമത്തെ ആയത്ത് വൽ ഖുർആനിൽ ഹക്കീം എന്നാണ്. ഖുർആൻ തന്നെയാണ് സത്യം. അള്ളാഹു ഖുർആനിനെ സത്യം ചെയ്തുകൊണ്ട് പറയാണ്. എന്താ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്? എങ്ങനെയാ സത്യം ചെയ്യുന്നത്? ഹക്കീമായ, തത്വപൂർണമായ, ബലവത്തായ ഖുർആൻ തന്നെയാണ് സത്യം. അഥവാ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ഇറക്കിയതാണ് എന്നത് തെളിയിക്കുന്ന വചനാണ്. അഥവാ ആ ഖുർആനിലോട്ട് ഇനിയൊന്നും ഏഡ് ചെയ്യാനില്ല, അഥവാ കൂട്ടിച്ചേർക്കാനില്ല. ആ ഖുർആനിൽ നിന്ന് അധികമായത് കൊണ്ട് ഒന്നും എടുത്ത് കളയാനില്ല. തത്വപൂർണമായ, അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കാനോ കുറക്കാനോ ഇല്ലാത്ത ഖുർആൻ തന്നെയാണ് സത്യം. ആ ഖുർആനെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയാണ് ഇന്നക ലമിനൽ മുർസലീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലുള്ള സമയത്ത്, പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ ആയത്തുകൾ ഓതിക്കൊടുക്കുന്ന സമയത്ത് എന്താ മുശ്രിക്കുകൾ പറഞ്ഞത്? മുഹമ്മദേ, താങ്കൾ ഒരു ഷായിറാണ്, കവിയാണ് എന്നാണ് പറഞ്ഞത്. താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കവിതയാണ് എന്നാണ്. ചില ആളുകൾ പറഞ്ഞു മുഹമ്മദേ നീ ഒരു സാഹിറാണ്. ചില ആളുകൾ പറഞ്ഞു മജ്നൂനാണ്, ഭ്രാന്തനാണ് തുടങ്ങിയ വാക്കുകൾ പ്രവാചകനെ കൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. നീ ഒരു മായാജാലക്കാരനാണ് എന്നൊക്കെ. കാരണം നീ കാണിക്കുന്നതൊന്നും അള്ളാഹുവിങ്കിൽ നിന്നുള്ളതല്ല എന്ന രൂപത്തിൽ അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. അവിടെ അള്ളാഹു കൃത്യമായും വ്യക്തമാക്കിയും പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും താങ്കൾ മുർസലീങ്ങളിൽ പെട്ടവൻ തന്നെയാണ് എന്നാണ്. അഥവാ അള്ളാഹു നിയോഗിച്ചിട്ടുള്ള മുർസലീങ്ങൾ അവരിൽപ്പെട്ടവൻ തന്നെയാണ് എന്ന് അള്ളാഹു ഖുർആനിനെ സത്യം ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്ക്? ജനങ്ങൾക്ക് മുഴുവനായിക്കൊണ്ട്.
അടുത്ത ആയത്തിൽ എന്താ പറയുന്നത്? അലാ സിറാത്തിൻ മുസ്തഖീം. അത് കേവലം മുർസലീങ്ങളിൽ പെട്ടു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ കൂടെ നീ അല്ലെങ്കിൽ താങ്കൾ ഒരു നേരായ മാർഗത്തിലാണ്, സിറാത്തുൽ മുസ്തഖീമിലാണ്, നേരായ പാതയിലാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ മക്കയിലെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത് അത് നേരായ മാർഗത്തിലോട്ടുള്ള വഴിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബോധ്യമാക്കി കൊടുക്കുന്ന ആയത്തുകളാണ് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.